ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക കൊടുക്കുന്നത് 2017 21 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. നന്നായിട്ടുണ്ട്. നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതര അസുഖമുള്ള ഒരാള് കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? അപ്പൊ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഒന്ന് കോഴഞ്ചേരി പാലത്തിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങളല്ല ഇതൊന്നും പറഞ്ഞു. കോഴഞ്ചേരി പാലം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ആദ്യ പോസ്റ്റർ ഇറക്കിയത് സർക്കാരാണ്. എന്നാൽ പാലമല്ല, അപ്രോച്ച് റോഡാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത് ജില്ലാ സെക്രട്ടറിയാണ്. ഏതാ സത്യം എന്ന് അവർ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പരാതികൾ ഉണ്ടായി എന്ന് പറയുന്നു. ഇപ്പം 2020 മുതൽ 25 വരെ നഗരസഭ ഭരിച്ചിരുന്നത് ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ആരാ പരാതി അയച്ചത് എന്നുള്ളത് അപ്പോൾ മന്ത്രി പറഞ്ഞാൽ മതി. എങ്കിൽ ആരോഗ്യ മേഖലയിൽ എന്ത് വികസനം നടന്നു എന്നൊക്കെ മന്ത്രി വാക്കുകൾ കൊണ്ട് കുറേ കാര്യം പറഞ്ഞു. ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ ഒട്ടിച്ച ആ നോട്ടീസ് സമ്മതപത്രമാണ്. എത്ര ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിക്കപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഒട്ടിച്ചത്? ഒരു സർക്കാർ സ്ഥാപനമല്ലേ? ആ സർക്കാർ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നാൽ അത് ആരാണെന്ന് കണ്ടെത്താൻ ഈ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ മന്ത്രി പറയണം അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാതിയാണ്. അതിന് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇത്രയും ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ മോശപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിയെ ഇതേവരെ കണ്ടെത്താൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എന്ന് പറഞ്ഞു. കാരണം വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത അത് ജീവഹാനി വരെ വരുത്താമെന്നാണ് നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. ഇത്രമാത്രം എങ്ങനെയാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു വകുപ്പിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അത് ഒരു ആഭ്യന്തര വകുപ്പല്ലേ ഇത് കണ്ടെത്തേണ്ടത്? കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം നേഴ്സിംഗ് വിദ്യാർത്ഥികൾ മഴയത്ത് നിന്ന് സമരം ചെയ്തത്? മഴയത്ത് നിന്ന് സമരം ചെയ്തത് ആരോഗ്യമന്ത്രിക്കെതിരെ തന്നെയല്ലായിരുന്നോ? അവരുടെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ, അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഘട്ടം വന്നപ്പോഴല്ലേ ഈ പത്തനംതിട്ടയിലെ മഴയത്ത് നിന്ന് അവർ സമരം ചെയ്തത്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ കാര്യം പറഞ്ഞു. 2015 പൊളിച്ചു നീക്കാൻ പറഞ്ഞ കെട്ടിടമാണ് 2022 പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ 7 കൊല്ലം മുമ്പ് പൊളിച്ചു നീക്കപ്പെടണം എന്ന് പറഞ്ഞ കെട്ടിടം 2022 23 പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആരുടെ ഉത്തരവാദിത്തമാണ്? ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക കൊടുക്കുന്നത് 2017 21 ഞാൻ 10 കൊല്ലത്തെ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥത എന്ന വാക്ക് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിന്റെ പ്രശ്നം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ നേർചിത്രമാണ്. ഇവിടെ ആളുകൾക്ക് പോയാൽ അവിടെ വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്രമാത്രം വാക്കുകൾ കൊണ്ട് കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചാലും ഡോക്ടർമാർ, ഇപ്പൊ ഡോക്ടർ ഹാരിസ് വളരെ മികച്ച ഡോക്ടറാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. ആ ഹാരിസ് ഡോക്ടറാണ് പറഞ്ഞത് ഇവിടെ വേണ്ടത്ര ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങളില്ല, ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല, ഇവിടെ വേണ്ടത്ര മരുന്നുകളില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പൊ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എന്റെ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? അപ്പൊ അതല്ലേ ഞാൻ വിശ്വസിച്ചത്. അങ്ങനെ ഈ കേരളത്തിലുടനീളം എത്രമാത്രം വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. ഇത്രയും വിഷയം ഉണ്ടാകുമ്പോൾ ഒരു സമരം ചെയ്യുന്നതാണോ വിഷയം? ഒടുക്കം പിടിക്കാനായിട്ട് നാശങ്ങള്. ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കരിയോയിൽ മുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് തലയിൽ ചോര ഒലിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അദ്ദേഹം ചോദിച്ചത് ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം, ഇതല്ലേ ജനാധിപത്യം എന്ന് ചോദിച്ചെടുത്തു നിന്നാണ് കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോൾ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി തല്ലിയതും ഈ നാട്ടിലെ CPM-കാരും DYFI-കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതും. അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും. അല്ലെങ്കിൽ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചു. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ ആക്രമിച്ചു, ആയുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പോലീസ് ചാർജ് ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്താ? ഒരു ആക്രമിക്കാനുള്ള ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു എന്നല്ലേ കോടതി കണ്ടെത്തിയത്?
ഞാൻ നുണയെ പറയൂ. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് തലേ ദിവസം രാത്രി 11 മണിക്ക് വന്നതെന്താ? ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, ICUയിൽ തുടരണമെന്നാ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാള് കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ്? അത് പിന്നെ അങ്ങനെയാണ് യാത്ര തിരിക്കുന്നത്? നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതരമായ അസുഖമുള്ള ഒരാള് കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? ഭയങ്കരമായ ആള്. അപ്പൊ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ബഹുമാനപ്പെട്ട MLA, ഇവിടുത്തെ MLA ആരോഗ്യവകുപ്പ് മന്ത്രിയും ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ നാട്ടുകാരാണല്ലോ ജയിലിൽ കിടന്നത്. എന്തുകൊണ്ടാണ് ശബരിമല അയ്യന്റെ സ്വർണം കട്ട കേസിൽ ജയിലിൽ പോയവർക്കെതിരെ ഒരു വാക്കുകൊണ്ടുപോലും മിണ്ടാൻ പറ്റാത്തത്? എന്താ സംഗതി അയാൾക്കൊരു താക്കരുത്. സാംസ്കാരിക തനിമ ശബരിമലയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ആ ശബരിമലയിലെ, ഈ ലോകത്തെ ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ വിശ്വസിക്കുന്ന ശബരിമലയിലെ സ്വർണം കട്ട കേസിലെ പ്രതികളെ എന്തുകൊണ്ട് പാർട്ടി പുറത്താക്കിയില്ല? അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. ആ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പാർട്ടി ആണയിട്ട് പറയുമ്പോ ആ അന്വേഷണത്തിൽ കണ്ടെത്തി ജയിലിൽ പോയവർ കുറ്റക്കാരല്ല എന്ന് പാർട്ടി എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്താ? അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത്. 300 കോടി രൂപയുടെ വർക്ക്, 299 കോടി രൂപയുടെ വർക്ക് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണോ കൊടുത്തത്? അതൊന്നും എനിക്കറിയാൻ മേല. 199 കോടി രൂപയുടെ വർക്ക്. ഈ വർക്കിൽ 150 കോടി രൂപയ്ക്ക് മുകളിൽ എന്താണ് അവിടെ വർക്ക് നടക്കുന്നത്? 20 ലക്ഷം രൂപയുടെ വീട് ഒന്ന്. ആ 20 ലക്ഷം രൂപയുടെ എത്ര വീടാണ് പണിത്? 400 വീടല്ലേ പണിത്? ഇപ്പൊ എത്ര കോടിയായി? 80 കോടി. ബാക്കി 300 കോടിയിൽ എന്താണ് അവിടെ പണിത്? ഒന്ന് പറഞ്ഞാൽ മതി. സർക്കാർ 300 കോടി രൂപയുടെ ഊരാളുങ്കലിന് കൊടുത്ത വർക്കിൽ ഈ പറയുന്ന തുകയുടെ അവ്യക്തത ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളെപ്പോലെ പരിണിത പ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകന് അവ്യക്തത ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ അവ്യക്തത ഉണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. DYFI എന്നാണ് 20 കോടി രൂപ സർക്കാരിന് കൈമാറിയത്? മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്താ? 20 കോടി രൂപ ഇവർ കൈമാറി എന്നുള്ളതല്ലേ? ഞാൻ ഇപ്പോഴും ഉത്തരവാദിത്തത്തോട് കൂടി ചോദിക്കുന്നു, 20 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ വന്നിട്ടുണ്ടോ? ആ ദിവസം വന്നിട്ടുണ്ടോ? പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. 2025 ഏപ്രിൽ 23 20 കോടി രൂപ DYFI ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എന്ന് പറയുന്ന ദിവസം 20 കോടി രൂപ കൈമാറിയിട്ടില്ല. ഞാൻ സമ്മതിച്ചേക്ക്. എന്നാണ് DYFI പുറത്തുവിട്ട കണക്ക് പ്രകാരം കൈമാറിയതെന്നറിയാവോ? 2026 ജനുവരി മാസം 5-ാം തീയതി എന്ന് പറഞ്ഞാൽ 10 മാസത്തിന് ശേഷമാണ് 15 കോടി രൂപ കൈമാറിയത്. ഞാൻ പറഞ്ഞു, ഈ 10 മാസം ഈ 15 കോടി രൂപ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു? ഒരു കൈവതം നാറ്റുകരുത്. കൈമാറി എന്ന് പറഞ്ഞ തുക കൈമാറാതെ 10 മാസം അക്കൗണ്ടിൽ കിടന്നതിന് ആരാണ് ഉത്തരവാദി? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അല്ല എന്നാ മിനിസ്റ്ററിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ഈ 10 മാസം ആ പണം എന്തിനാണ് DYFI അക്കൗണ്ടിലിട്ടത്? ആരെയാണോ കളിയേണ്ടത്? എന്നെ തന്നെയാണ് കളിയേണ്ടത്. വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ ഇപ്പൊ പറയാണ് ഈ DYFI കൊടുത്തത് അന്ന് വന്നോ അതോ ഇത്ര ദിവസം കഴിഞ്ഞാണോ വന്നത്? DYFI കൊടുത്തതിന് കൃത്യമായ കണക്കുണ്ട്, അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്, അതിന് ഡേറ്റ് ഉണ്ട്, അതെന്നാ കൊടുത്തതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? പൂർത്തീകരിച്ചാണ് പോകുന്നത്. കാരണം ജില്ലയിലെ എല്ലാ പത്രക്കാരും നോക്കിയതല്ലേ ആ സ്റ്റേറ്റ്മെന്റ്. 5 ലക്ഷം മറ്റാണ് അല്ലേ? ആ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക പുറത്തേട്ട് പോയതായിട്ടുള്ള കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മിനിസ്റ്റർ ആ കേട്ടു. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.